കള്ളിയങ്കാട്ട് മനിക്ക് ശേഷം മറ്റൊരു സൂപ്പർ സിനിമയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. പടത്തിന്റെ പേര് പൊന്നാപുരത്തെ യക്ഷി, സ്റ്റാറിംഗ്. പ്രേതത്തെ പേടിയുള്ളവരൊക്കെ ഇവിടെ വെച്ചെന്നെ സ്കിപ്പ് ചെയ്ത് പൊക്കോ, ഇത് നിങ്ങൾക്ക് പറ്റിയൊരു സിനിമയല്ല. ഇനി ഞാൻ പറഞ്ഞില്ല എന്ന് പറയരുത്. ഈ പടം തുടങ്ങുമ്പോ ആരുടെയൊക്കെയോ കൂടെ എങ്ങോട്ടോ പോവുകയാണ്. നിങ്ങൾ പെട്ടെന്ന് വാ. എല്ലാരും ഇവിടെ നിന്നാ മതി, ഞാൻ പോയി കാര്യങ്ങളൊക്കെ തിരക്കിട്ടെ തിരിച്ചു വരാം. പഞ്ചായത്ത് മെമ്പറാ. അപ്പൊ മെമ്പർ കേറിപ്പോയ വീട് ഏതാ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ലല്ലോ. ഇയാളാണ് ശേഖരേട്ടൻ. എന്താ ശേഖര, നീ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാറേ ഇല്ലല്ലോ. അതെ വിമല, ഇത് സർക്കാരിന്റെ ഏത് പദ്ധതിയാണ്? നീ ലീവിന് വരുമ്പോൾ മുടങ്ങാതെ വീട്ടിലേക്ക് വരുന്നത്. ഹാ അതെ വിമല. അങ്ങനെ പുതിയൊരാൾ കൂടി കഴിക്കാൻ വന്നിട്ടുണ്ട്. വന്നല്ലേ, നിക്കണ്ട, ഇരിക്കി. ഒരു പ്ലേറ്റ് അവർ കൂടി വെച്ചു കൊടുക്ക്. അത് മനസ്സിലായി, പക്ഷെ പേടിയൊന്നും തോന്നുന്നില്ല. ഓ, അപ്പൊ ഇതൊരു ഫ്ലാഷ് ബാക്ക് സീൻ ആണല്ലേ? നല്ല എഡിറ്റിംഗ്. ഇനി ഇതിനൊരു പരിഹാര മാർഗം കാണാതെ ഞങ്ങൾ ഈ വീടിനകത്ത് കയറുന്ന പ്രശ്നമില്ല. 2026 ഈ വെള്ളസാരി പ്രേതത്തെ പടച്ചുവിട്ട ഇതിന്റെ റൈറ്ററിന്റെ ബുദ്ധി വിമാനം തന്നെ. അപ്പൊ ഇന്നലെ വന്നത് ആരാ? നിങ്ങളുടെ ബന്ധുവാണോ? അയ്യോ കാവിലമ്മേ, പേടിയാവുന്നു. ആ പ്രേതപ്പടങ്ങളിൽ പരമ്പരാഗതമായി ആ കേട്ടുവരുന്ന ട്യൂൺ അണ്ണിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുകയാണ്. സമയം കളയാതെ ഇത് കേട്ട് പേടിക്കുവിൻ, ആ പേടിച്ചു തൂറുവിൻ. ഇയാൾ എന്തൊക്കെയാണ് പറയണത്? ഒന്നില്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലത്തെ സൗണ്ട് കുറയ്ക്ക്, അല്ലെങ്കിൽ അയാൾ പറയണതിന്റെ സൗണ്ട് ഒന്ന് കൂട്ട്. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. പ്രേതം നടന്നിട്ടാണ് പോണത്. ഈ പ്രേതത്തിന് പ്രത്യേകിച്ച് ശക്തിയൊന്നുമില്ല. ശക്തി ഇല്ലാത്തതാണോ അതോ VFX കാശില്ലാത്തതാണോ എന്നറിയില്ല കേട്ടോ. അങ്ങനെ എന്താണ് ആ വീട്ടിൽ സംഭവിക്കുന്നത് എന്ന് അറിയാൻ ജോത്സ്യൻ വന്ന് കവടി നിരത്തി നോക്കി. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ഇതൊക്കെ ഞങ്ങൾക്കും അറിയാം. ഞങ്ങളുടെ വീട്ടിലും കലണ്ടറൊക്കെ ഉണ്ട്. ഇത് പറയാനാണോ ഇയാൾ ഇത്ര ദൂരം ഇങ്ങോട്ട് വന്നത്? എടോ, ഏമ്പക്കം വിടാതെ കാര്യം പറയടോ. ഇതെന്താ ഇയാൾ കവടിപ്പലകയിൽ മാവ് കുഴക്കാണോ? പ്രശ്നമാണല്ലോ ശേഖര. അവിടെ പ്രേതമുണ്ട്. ആരുടെ? തന്റെ അമ്മയുടെ, ദേവകി അമ്മയുടെ. ആ, കാര്യമായിട്ട് പറഞ്ഞാണോ? കേൾക്കുമ്പോ അങ്ങനെ തോന്നുന്നില്ല. അവിടെ പ്രേതമുണ്ട്. ആരുടെ? തന്റെ അമ്മയുടെ. അത് കുറച്ചുകൂടെ സഭ്യമാക്കി പറയാമോ? കേട്ടിട്ട് തെറി പറയാണോ എന്നൊരു തോന്നുമോ? അപ്പൊ തന്റെ അമ്മയുടെ, ദേവകി അമ്മയുടെ. അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും ഞങ്ങൾ സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് പരിഹാര മാർഗം വല്ലതും ഉണ്ടോ ജോത്സരെ? ഇല്ല, ഇതിന് പരിഹാരക്രിയകളൊന്നുമില്ല. ഇതിലൊന്നും കാണുന്നുമില്ല. ആ പലകയ്ക്കൊന്ന് നന്നായി തുടച്ചിട്ടൊന്ന് നോക്ക്, ചിലപ്പോ പരിഹാരം കാണും. ഇതിലൊന്നും കാണുന്നുമില്ല. ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണ, അപ്പ കാണും. ജോത്സ്യര് പറയണത് അമ്മയാണെന്നല്ലേ? അമ്മ എന്തിനാ പേടിക്കണേ? എന്നാ നിങ്ങളുടെ വീട്ടിക്ക് പറഞ്ഞു വിട്ടാലോ? ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്റെ സ്വന്തം അമ്മയെ. അങ്ങനെ ജോത്സ്യന്റെ വാക്കുകൾ ശേഖരന് ധൈര്യം നൽകി. ഇനിയിപ്പോ അമ്മയുടെ ആത്മാവൂല, അപ്പന്റെ ആത്മാവൂല. എനിക്കും പേടിയൊന്നും ഇല്ലെന്ന്. മുണ്ടൊന്ന് തിരുമ്പണം, പേടിച്ച് രണ്ടിട്ട് പോയി. A few moments later. പേടിക്കണ്ട ചേച്ചി, അമ്മയുടെ പ്രേതം കഴുത്ത് മസാജ് ചെയ്ത് തരികയാണ്. പൊന്നുപോലെ നോക്കിയതല്ലേ. ഇതിപ്പോ അമ്മേനെ കാണാൻ ഇയാളെക്കാളും ചെറുപ്പാണല്ലോ. ഈ വീട്ടിൽ നമ്മളെ കൂടെ ആരുണ്ട്? നിന്റെ തള്ള. അത് നിനക്ക് വേറെ തോന്നിയായിരിക്കും. അതെ, ചിലപ്പോ എന്റെ അമ്മയുടെ ആത്മാവായിരിക്കും. എന്നെ കാണാൻ വേണ്ടി വല്ലതും വന്നായിരിക്കും. ആ അതെ, കാണാൻ വന്നപ്പോ അമ്മ ഓറഞ്ച് മുന്തിരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, പോയെടുത്ത് തിന്നു. ഇയാൾ ഏതറാ? നിങ്ങൾക്ക് ആ മുറി പോയി കിടക്കാൻ പേടിയാണെങ്കിലേ എന്റെ കൂടെ കിടന്നോ. കിടക്ക. നിനക്ക് പേടിയുണ്ടല്ലേ? നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ പോവില്ല. നല്ല പേടിയുണ്ടെങ്കിൽ ചേർന്ന് കിടന്നോ. കേറി കിടക്ക്. ഇതിനൊരു പേടി. ശേഖരേട്ടന് പണി തരൊന്നുമില്ല. 3 മാസമായി ഈ വീടിന്റെ ലോൺ അടച്ചിട്ട്. നാളെ ലാസ്റ്റ് ഡേറ്റാ. കഴിഞ്ഞ ദിവസം ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നൊന്നും കണ്ടില്ല. ഇനി ചിലപ്പോ ഇയാളുടെ അടുത്ത് പണിക്ക് പോകണമെന്ന് പറയാൻ വേണ്ടിട്ടായിരിക്കും അമ്മ പ്രേതായിട്ട് വരുന്നത്. അല്ല, പറയാൻ പറ്റില്ലേ. കുറച്ചു നേരം TV കാണാം. 2 hours later. എന്തോന്നാടോ ഇത്? അല്ല, ഇതിപ്പോ ആ കളി ഞങ്ങൾ മൊത്തം ഇരുന്ന് കാണണം. കൊറേ നേരായി.
ഇയാൾ ഉറങ്ങണതൊക്കെ ഞങ്ങൾ എന്തിനാണ് കാണിക്കണ്? അമ്പോ, ടിവിയിൽ പ്രേതം വിത്ത് ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ പ്രേതത്തിന് ശ്വാസമുട്ടലുണ്ടെന്ന് തോന്നുന്നുണ്ട്. നല്ല വലിക്കണ്. വലിച്ചിപ്പോ ശേഖരനെയൊക്കെ മൂക്കിക്കൂടെ കയറ്റി തോന്നുന്നുണ്ട്. അങ്ങനെ മെമ്പർ ശേഖരനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷെ മെമ്പറിന് എന്തോ ഒരു പന്തികേടുണ്ട്. ശ്രീദേവി എന്തോ പുറത്തേക്ക് പോയിരിക്കും, അവക്കെന്തോ മീറ്റിങ്ങോ? ശ്രീദേവിയെ കാണാനല്ല വന്നത്, ശേഖരനെ കാണാനാ. ഇയാൾക്ക് ഇത്രയ്ക്ക് ഡിമാൻഡോ? നോക്കുമ്പോണ്ട് അത് മെമ്പറല്ല, പ്രേതാണ്. നോക്കുമ്പോണ്ടോ അതോ മെമ്പർ വീണ്ടും വന്നേക്കണു. ഇതെന്തൊക്കെയാണോ എഴുതി വെച്ചേക്കണ ഒന്നും മനസ്സിലാവണില്ല. അപ്പൊ ആദ്യം വന്നത് പ്രേതം, ഇപ്പൊ വന്നത് ഒറിജിനൽ. അപ്പൊ ഇപ്പൊ വരുന്നത് കണ്ടിട്ട് പ്രേതം ഒന്നുമില്ല. അടുത്ത സീൻ പറയാം, എനിക്ക് വയ്യ. ശേഖരേട്ടന്റെ മകളെ അങ്ങനെ പ്രേതം ആക്രമിക്കുകയാണ്. പ്രേതത്തിന് നമ്മുടെ മെമ്പറിന്റെ മുഖാണല്ലോ. അപ്പൊ മെമ്പറാണോ പ്രേതം? നീ ഇതെന്തൊക്കെ എഴുതി വെച്ചേക്കണ എന്റെ ജിംബ്രൂട്ടാ? അങ്ങനെ ഈ പ്രേതത്തെ ഒഴിപ്പിക്കാൻ ഇതാ അടുത്ത ആളെത്തുന്നു, പുതുമന തന്ത്രി. നിങ്ങൾ താമസിക്കുന്ന തറവാട് പുന്നാപുരം തറവാടായിരുന്നു. അവിടുത്തെ കാരണവര് വലിയ ദുഷ്ടാട്ടി എന്താ അവിടെ ആരെങ്കിലും മീൻ വർക്കുണ്ടാവും? ദുഷ്ടനുമായി. കോപ്പ് ഈ സൗണ്ട് കാരണം ഒന്നും കേക്കല്ല. ശേഖരേട്ടൻ ഇപ്പൊ താമസിക്കുന്ന ഈ വീട് പണ്ട് ഏതോ പൊന്നാപുരോ വാമനപുരോ അങ്ങനെ എന്തോ ഒരു തറവാടായിരുന്നു. അവിടെ ഒരു ചെറ്റ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അയാള് പീഡിപ്പിച്ചു കൊന്ന വേലക്കാരിയാണ് സാവിത്രി. അവരുടെ ആത്മാവാണ് ഇപ്പൊ ശേഖരേട്ടന്റെ വീട്ടിൽ താമസിക്കാൻ വന്നിക്കുന്നത്. അല്ലാതെ ഇയാളുടെ അമ്മയുടെ പ്രേതവും അച്ഛമ്മയുടെ പ്രേതം ഇരുന്നു വന്നൊന്നല്ല. ഇനിയിപ്പോ എന്താ ചെയ്യ തിരുമേനി? ഞാനിപ്പോ ഒരിടത്തും പോകാറില്ല. പിന്നെ ഇപ്പൊ പ്രേതബാധുള്ള വീട് പൊക്കിയിട്ട് ഇവിടെ കൊണ്ടു വെക്കാൻ പറ്റില്ലല്ലോ, നിങ്ങൾ തന്നെ പോണ്ടി വരും. ദുർഗയുടെ പീഠത്തിൽ വെച്ച് പൂജിച്ച 4 യന്ത്രങ്ങൾ അത് നിങ്ങളുടെ വീടിന്റെ 4 മൂലയിലും കുഴിച്ചിടുക. അവൾ തറവാടിന്റെ ഉള്ളിൽ ഒരു കാരണവശാലും കയറില്ല. ഇതൊക്കെ ഉള്ളതാണോടാ? കൂടുതൽ പ്രശ്നങ്ങൾ അവളിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ ഇത് പ്രയോഗിക്കുക. ഇതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് അതൊന്ന് പറഞ്ഞു കൊടുക്കണോ? ഇത് കയ്യിലൊരു തുരുമ്പും കൊടുത്തിട്ട് ഇത് പ്രയോഗിക്കണം പറഞ്ഞ അയാൾക്ക് അതല്ലായിരുന്നു പണി. ഇത് പ്രയോഗിക്കുക. ഇതിന്റെ ഇടയിൽ ശേഖരന്റെ മകൾക്ക് ഒരു പ്രണയം ഉണ്ടായി. അത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു സോങ്. കണ്ണു ചെമ്മി തുറന്നപ്പോൾ കണ്ടതല്ലേ നിന്നെ. ഇതൊക്കെ ആ ഫോട്ടോ നോക്കിയിട്ട് പറയണ്ട, അവളോട് നേരിട്ട് പോയിട്ട് പറഞ്ഞൂടെ? അപ്പോഴല്ലേ കാര്യം വർക്കൗട്ട് ആവുള്ളൂ. എന്നാ മോൻ ചേട്ടന്മാർക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാ കേക്കട്ടെ. പാട്ട് പാടാനാണോ? വൈ നോട്ട്? കണ്ണു ചെമ്മി തുറന്നപ്പോൾ കണ്ടതല്ലേ നിന്നെ. പാട്ട് പാടിയത് ഏതോ തൊലിഞ്ഞ പാട്ട്. കൊന്നപ്പൂമാലയിട്ട് കെട്ടിയതല്ലേ. അല്ലെങ്കിൽ വേണ്ട, ഫോട്ടോ നോക്കിയിട്ട് തന്നെ പാടിയാൽ മതി. ഇത് നേരിട്ട് പോയിട്ട് പാടിയാലേ ആ പെണ്ണ് ചിലപ്പോ തല ഇറങ്ങി വീഴും. കൊന്നപ്പൂമാലയിട്ട് കെട്ടിയതല്ലേ. എന്ത് ബർമൂടെ? ഈ ലവ് സീനൊന്നും നമുക്ക് വേണ്ട, നമുക്ക് പ്രേതം മതി. പ്രേതത്തിന്റെ കാര്യങ്ങൾ എന്തായിന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ശേഖരൻ സാവിത്രിയെ ഇല്ലാതാക്കാൻ തന്ത്രി കൊടുത്ത തകിടുകൾ വീടിന്റെ 4 സൈഡിലും കുഴിച്ചിടുകയാണ്. നോക്കുമ്പോണ്ട് സാവിത്രി ഇതൊക്കെ കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുന്നു. അത്രയ്ക്കുണ്ട് തകിടിന്റെ ശക്തി. A few moments later. അങ്ങനെ പ്രേതവും ശേഖരനും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ് ഗൈസ്. അങ്ങനെ ഓൾറെഡി ചത്ത പ്രേതത്തിന് ശേഖരൻ ആ തുരുമ്പ് വെച്ച് ഒന്നുകൂടി കുത്തിക്കൊന്നു. ഇതോടെ യക്ഷിശൈല്യം നിശേഷം മാറുകയും ശേഖരൻ പുതിയ ഷോപ്പിംഗ് മാളിന്റെ ജനറൽ മാനേജർ ആകുകയും ചെയ്തു. ഓ, എന്തിനാ കുറയ്ക്കണത്? ശേഖരന് നോബൽ സമ്മാനം കിട്ടി. ഈ സിനിമ ഓസ്കാറിന് പോയി. മോഹൻലാൽ ഇവരുടെ വീട്ടിക്ക് ചോറുണ്ണാൻ വന്നു. പറഞ്ഞോ ഗേറ്റി പറഞ്ഞോ. തൊള്ള തോന്നിയത് പറയപ്പോ വലിയ ചെലവൊന്നുമില്ലല്ലോ. ഇതെന്തപ്പോ ഇതിലൊരു കഥ ഉള്ളത്? അല്ല, എനിക്ക് അറിയണില്ല. പ്രേതാണിത്രേ. ഈ 2026-ലും ഇതുപോലത്തെ പടക്കം എടുത്തു വിടണമെങ്കിൽ ചില്ലറ കോൺഫിഡൻസ് ഒന്നും പോരാട്ടോ. എനിക്ക് ബുദ്ധിയില്ല എന്നാണോ പറയുന്നത്? അയ്യോ, ബുദ്ധി ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. ഇതൊരു ഹൊറർ പടമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇതൊരു പടമാണോ? കൊന്നപ്പൂമാലയിട്ട് കെട്ടിയതല്ലേ.